vlogger Pathu. ഹലോ, വെൽക്കം ബാക്ക് ടു വ്ലോഗർ പാത്തു. അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നോട് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഇടുന്ന അപ്ഡേറ്റ് എന്തായി ഇട്ടോ അതോ ഇടുന്നില്ലേന്നൊക്കെ. ആക്ച്വലി ഞാൻ ക്ലിപ്പ് ഇടുന്നുണ്ട്, പക്ഷേ ഞാൻ ഓൾറെഡി 2 ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയൊരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ഇടണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ക്ലിപ്പ് ഇടുന്നതോട് വലിയ താല്പര്യമില്ല. കാരണം ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അത് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഇതാണ്. എനിക്ക് കുറച്ച് ആ കാര്യത്തിലൊക്കെ കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ വായയിൽ അങ്ങനെ ഇതൊക്കെ കെട്ടി നിൽക്കുന്നൊക്കെ പറയുമ്പം എനിക്കൊരു അറപ്പ് പോലെ തോന്നി. അതുകൊണ്ട് ക്ലിപ്പ് ഇടാനും വല്ലാണ്ട് അങ്ങോട്ട് താല്പര്യമില്ല. പക്ഷെ ഇടേണ്ടി വന്നാൽ ഇടും, വേറെ മാർഗമില്ല. അപ്പോൾ ഞാനിപ്പം മഞ്ചേരിയുള്ള ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ. കുറേ എന്താ പറയുക, നമ്മൾ റാഷിദ് അലി വാവ ഉണ്ടല്ലോ, അവൻ്റെ സ്മൈൽ കറക്ഷൻ ചെയ്ത ക്ലിനിക്കിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടിട്ട് അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്, പോയി നോക്കാം. അവിടെ ആകുമ്പം ഞാൻ വിചാരിക്കുന്നത് 1 വീക്ക് കൊണ്ടൊക്കെ സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം എമൗണ്ട് എത്ര ആയാലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് എൻ്റെ പല്ലിന് പറ്റിയത്, എന്താണ് എൻ്റെ പല്ലിൻ്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ താത്താൻ്റെയും അളിയൻ്റെയും മുട്ടായി കൊടുക്കൽ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ ഈ ഉടുപ്പ് പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ താമസിച്ച വീട് എന്ന് പറയുന്നത് ഈ 2 കോണിപ്പടി എന്നുള്ള ഒരു വീടുണ്ടല്ലോ, മാളിക വീട് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു വീട്ടിലാണ് അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ആ പ്രായം ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പം നമ്മൾ ഭയങ്കര ചില്ലടിച്ച് നടക്കുകയായിരിക്കുമല്ലോ വീട്ടിൽ. അപ്പം അതിൻ്റെ ഇടയിൽ കുത്തനുള്ള കോണിയാണ്. അപ്പോൾ ഇതില് മാറ്റുന്നത് മേലത്തെ റൂമിലാണ്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഞാൻ മേലിന് അടിക്ക് വരികയാണ്. ഇറങ്ങുന്ന അന്നാണ് എനിക്ക് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ആ ഒരു കാര്യം നടന്നത് അന്നാണ്. ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഞാൻ അവിടുന്ന് വീഴായിരുന്നു, ഡ്രസ്സ് തട്ടിയിട്ട്. കാരണം പഴയ വീടാണ്, അപ്പം ഇത്ര അധികം വീതിയൊന്നും ഇല്ലാത്ത സ്റ്റെപ്പും കാര്യങ്ങളുമാണ്. അപ്പം ഞാനിങ്ങനെ വരുന്ന ടൈമിൽ വീണതാണ് കേട്ടോ. കറങ്ങി അടിച്ച് മുഖം കുത്തിയൊന്നല്ല വീണത്, ജസ്റ്റ് ചെരിഞ്ഞാണ് വീണത്. അപ്പം ചെരിഞ്ഞ ടൈമിൽ ഈ ഭാഗത്ത് പല്ല് കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പല്ല് പോയിട്ടില്ല, പല്ല് പൊട്ടി പകുതി പോയി, പിറ്റേന്നാണ് പോയത്. പിന്നെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പം ഫുള്ള് പല്ല് ഇളകി വരാൻ തുടങ്ങി. ആ പൊട്ടി പല്ലിനെ ഫുള്ള് ഇളകി വരാൻ തുടങ്ങി. നമുക്കന്ന് ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഇളകിയ പല്ല് ഞാൻ ഇളക്കി എടുത്തു, അത് പറഞ്ഞു പോന്നു. അപ്പം സംഭവത്തിൽ ഞാനത് നോർമലി വേറെ പല്ല് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറിച്ചെടുത്തതാണ്. പിന്നാണ് അതിൻ്റെ ഒരു കിടപ്പ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറിച്ചെടുത്ത് കളഞ്ഞത് പല്ലിൻ്റെ വേരോടുക്കനെയാണ് ഞാൻ, അതായത് മോണയിൽ ആ ഭാഗത്തോട്ട് പല്ല് വരുന്ന ആ ഒരു വേരോട് കൂടിയാണ് ഞാൻ പറിച്ചെടുത്ത് കളഞ്ഞത് എന്നുള്ളത് പിന്നാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ പല്ലിന് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഞാനിപ്പം പോകുന്നത് സ്മൈൽ കറക്ഷൻ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ഞാൻ ഇന്ന് ക്ലിപ്പ് ഇടാനല്ല പോകുന്നത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്താണോ ഡോക്ടർ പറയുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. സോ മഞ്ചേരിയിലാണ് ക്ലിനിക്ക് വരുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഡോക്ടർ എന്താ പറയുന്നത്. 1 വീക്ക് കൊണ്ടൊക്കെ എൻ്റെ ഈ ഒരു പല്ല്, ഈ ഒരു സ്മൈൽ കളക്ഷൻ ലൈക്ക് ഡോക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ക്ലിനിക്കിൽ ഞാൻ കൺസൾട്ട് ചെയ്തു പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ളിൽ പല്ലില്ല, സ്കാൻ ചെയ്ത് നോക്കിയപ്പം വളരാനുള്ള പല്ല് ഉള്ളിലില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പല്ല് വെക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു സർജറി ഉണ്ട്, അത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം സർജറി എന്നൊക്കെ കേട്ടപ്പോൾ അമ്മക്ക് പേടി. അപ്പം പിന്നെ പല്ല് വെച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ഇടാം എന്നുള്ളൊരു രീതിയിലാണ് മറ്റേ ക്ലിനിക്കിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ക്ലിപ്പ് ഇടുന്നതോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്മൈൽ കറക്ഷൻ ചെയ്യാം, വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആ ഡൗട്ട് എല്ലാവർക്കും മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേര് കളിയാക്കുന്നുണ്ട്, കുറേ പേര് കൂടെ നിൽക്കുന്നുണ്ട്. സോ ഞാൻ പറയട്ടെ, ഈ പല്ല് എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിക്കാതെയാണ് എൻ്റെ ലൈഫിൽ ആ ഒരു ആക്സിഡൻറ്റ് എനിക്ക് നടന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ആവറേജ് പെൺകുട്ടിയാണ്, പുറത്തിറങ്ങാൻ പറ്റിയ അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ബ്യൂട്ടിയിൽ കോൺഫിഡൻ്റ് ആണ്, എനിക്കത് മതി. അപ്പോൾ നമുക്ക് പോയരാട്ടോ.
ശ്വാസം കിട്ടില്ല ഗൈസ്. ഇനി നമുക്ക് മാറ്റിയിട്ടുണ്ട്, പോയി വരാം മഞ്ചേരിക്ക്. 4 മണിയാകുമ്പോഴേക്കിന് ഡോക്ടർ പോകും. അപ്പം നമുക്ക് വേഗം പോയിട്ട് വേഗം വരാം. ഗൈസ് ഞാനിപ്പോൾ ഇത് അവിടെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് പോവാനുള്ള വണ്ടി ഇപ്പോൾ വരും കേട്ടോ. ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അച്ചു അവിടെ ഇരിക്കുന്നുണ്ട്. അച്ചുവിനെ ഞാൻ വരുമ്പോൾ സിപ്പപ്പ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും പോയി നോക്കാം ഗൈസ്. അച്ചുവിനെ ഞാനിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിക്കാൻ, ഞാൻ ഇനി പോയി വരുമ്പോൾ എൻ്റെ പല്ലുമ്മ ക്ലിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓനെ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണ്. സത്യത്തിൽ ഇന്ന് ക്ലിപ്പ് ഇടൂല, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ പോവാണ് കേട്ടോ. ഇപ്പം അനക്കയും കഴിഞ്ഞിട്ടുണ്ട്. അനക്കയെ കാണാം എനിക്കറിയില്ല. എന്തായാലും പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ ബാക്കത്തെ ക്രാബ് ഊരിയിട്ടിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ ഗായ്സ് നമുക്ക് പോയിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്, പിന്നെ പേടിയുണ്ട് കേട്ടോ. പേടിയാണ്, കത്രിക എന്തൊക്കെ വെച്ച് കുത്തുമെന്നുള്ള ആ ഒരു പേടിയുണ്ട്. എന്താണ് ഗായ്സ്, അപ്പോൾ അതാ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ക്ലിപ്പ് ഇടാം, ചിരിക്കാൻ എന്താ നമുക്ക് പോയേക്കാം. അതാ അവിടെ ഒരു മിറർ ഉണ്ട്, ഞാനതിനിങ്ങനെ പട്ടിക പഠിക്കുകയാണ്. അപ്പം ടോക്കൺ നമ്പർ വെയിറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ ചെന്ന ടൈമിൽ തന്നെ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 2-3 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കൂടി. ഞങ്ങൾ വന്നിട്ട് 5ാമത്തെ ടോക്കനായിരുന്നു കേട്ടോ. ബുക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനിതാ ഇരിക്കുകയാണ്. എനിക്ക് പേടിയാവണം കേട്ടോ ഗായ്സ്. എന്തോ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് വലിയ ഇഷ്യൊന്നുമില്ല. അങ്ങനെ ഞാൻ അധികം അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഒക്കെ കാട്ടി ഇറങ്ങി ഞങ്ങൾ ചാടിക്കാൻ വേണ്ടിയിട്ട് കയറാണ് കേട്ടോ. കാരണം ഈ പല്ലിൻ്റെ ആ ഡോക്ടർ കാണിക്കുന്ന ടൈമിൽ നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ആകെ വണ്ടറടിച്ച മാതിരി അയക്കണേ, എന്താ പാട്ടേണ്ടിയോ അറിയില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞത് 3 ആഴ്ച കൊണ്ട് നമുക്ക് സ്മൈൽ കറക്ഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ലെയിമും സാൻഡ്വിച്ചും കേട്ടോ വെച്ചത്, ക്ലബ് സാൻഡ്വിച്ചും. പിന്നെ അതൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗായ്സ്. ഒരു കഫേയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്ന പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഈ ലുക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഒക്കെ ഒരു ഡിസൈനൊക്കെ എടുത്തിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. നമ്മൾ സ്മൈൽ കറക്ഷനാണ്, 3 ആഴ്ച കൊണ്ടുള്ള സ്മൈൽ കറക്ഷനാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. 16,000 ആണ് കേട്ടോ, 60,000 എമൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് EMI അവൈലബിൾ ആണ്. സോ ഒന്നല്ലെങ്കിൽ അത് നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പിടാൻ ആ ഒരു എമൗണ്ടിൻ്റെ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ഒറ്റക്കിനെ കൊണ്ട് ആ ഒരു ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. EMI ആണെങ്കിൽ ഓക്കെ. അപ്പം എന്തായാലും ഞാൻ ആ ഒരു കൺക്ലൂഷനിലാണ്. അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം ഇനി ക്ലിനിക്ക് പോകുമ്പോഴും വന്നിട്ടുണ്ട്, ഞാൻ ചായ അടിക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വയ്യേ അറിയാട്ടോ, ഉമ്മാക്ക് കൊടുക്കേ. അപ്പോൾ ഇനി ബാക്കി അപ്ഡേഷൻസൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദന ഇട്ടൊന്ന് പോയി വന്നപ്പോക്കിന് അത്രയ്ക്ക് തലവേദന സഹിക്കാൻ വയ്യ. അപ്പം ഇനി ഞാനൊന്ന് കിടക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ചേട്ടാ പിന്നെ കുറേ വരെ അറിയുന്നുണ്ട് ഞാൻ എന്താ ഇത് മറച്ച് വെച്ച് സംസാരിക്കുന്നത്. ഞാൻ മറച്ച് വെച്ച് സംസാരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ഈ അപ്പർ ലിപ്പ് എന്ന് പറഞ്ഞില്ലേ, മേലത്തെ ചുണ്ട് കുറച്ച് ഹൈഡായിട്ടുള്ള ഒരു ഐറ്റം ചുണ്ടാണ്. ഡോക്ടർ സംസാരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ഈ അപ്പർ ലിപ്പ് എന്ന് പറഞ്ഞില്ലേ, മേലത്തെ ചുണ്ട് കുറച്ച് ഹൈഡായിട്ടുള്ള ഒരു ഐറ്റം ചുണ്ടാണ്. ഡോക്ടറെ അടുത്ത് നിന്നപ്പോൾ ഡോക്ടറും കൂടെ പറഞ്ഞത് എന്താ കാണുന്ന പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓൾറെഡി അങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ മറിച്ച് സംസാരിക്കുന്നൊന്നുമല്ല. അങ്ങനെയുള്ളതാണ്, ഓൾറെഡി കാണില്ല അധികം, ആ ഒരു ഗ്യാപ്പുള്ളത് അധികം കാണില്ല, അതാണ് സംഭവം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വയ്യ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്.